എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എറണാകുളം ടൗണിലാണ്. അപ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് ഞാനിന്ന് പരശുരാം എക്സ്പ്രസ്സിൽ ഇന്ന് ചാലക്കുടി വരെ പോവുകയാണ്. പരശുരാം എക്സ്പ്രസ് ഇത് എറണാകുളം ടൗണിലാണ് വരുന്നത്, സൗത്തിൽ വരില്ല. കാരണം ഇത് കോട്ടയം വഴിയാണ് പരശുരാം എക്സ്പ്രസ് വരുന്നത്. ഇത് നമ്മുടെ നാഗർകോവിൽ നിന്നും മംഗലാപുരം വരെ എല്ലാ ദിവസവും ഓടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. ഒരു 5-6 റിസർവേഷൻ കോച്ചും ബാക്കിയെല്ലാം അൺറിസർവ്ഡ് കോച്ചുമാണ് ഇതിനുള്ളത്. അപ്പോൾ വണ്ടി ലേറ്റാണ് എങ്കിലും വണ്ടി എന്തായാലും എത്തും. അങ്ങനെ ലേറ്റ് ആവാറില്ല, എങ്കിലും സമയത്തെത്തും. അപ്പോൾ വണ്ടി കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16650. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി എത്തി. അപ്പോൾ വണ്ടി ഭയങ്കര ആൾക്കാരൊക്കെ ഓട്ടോ വരുന്നു. കാര്യം ഇത് കുറച്ച് ഡിമാൻഡുള്ള വണ്ടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിരുന്നു, എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി അങ്ങനെ അധികം ലേറ്റ് ആവാറില്ല. ലേറ്റ് ആവാൻ കാരണം ഒന്നല്ലെങ്കിൽ ദീർഘദൂര വണ്ടിയൊക്കെ വരുമ്പോഴാണ് ഇതധികം ലേറ്റ് ആവുക. അല്ലാതെ ഒന്നും ഈ എക്സ്പ്രസ് ട്രെയിനൊന്നും ലേറ്റ് ആവില്ല. ഈ ദീർഘദൂര വണ്ടി ഇങ്ങനെ വൈകി വരുന്നതുകൊണ്ട് ഇതിനെ പിടിച്ചിട്ട് അതിനെ കയറ്റിവിടുക, അതാണ് കാരണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ആലുവ എത്തിയിരിക്കുകയാണ്. ആലുവയിൽ അപ്പോൾ ആലുവ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്കമാലിയാണ്. അപ്പോൾ വണ്ടി ലേറ്റാണ്, പക്ഷേ എങ്കിലും അങ്ങനെ അധികം വൈകാറില്ല ചില സമയത്ത്. പിന്നെ ഈ വണ്ടി മംഗലാപുരം വരെ പോകുന്നതുകൊണ്ട് ചില സമയത്ത് മാത്രം ലേറ്റ് ആവുള്ളൂ. പിന്നെ മംഗലാപുരം എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺ ടൈമിലെത്തും. ഈ വണ്ടി അങ്ങനെയാണ്. ഈ വണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഏറനാട് എക്സ്പ്രസ് എന്ന് പറഞ്ഞ എക്സ്പ്രസ്, മംഗലാപുരം നാഗർകോവിൽ, ആ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും വണ്ടിയും ഇങ്ങനെ തന്നെ, അങ്ങനെ അധികം ലേറ്റ് ആവാറില്ല, ആണ് ഈ വണ്ടികളിലൊക്കെ പ്രത്യേകത. 2 എക്സ്പ്രസിൻ്റെയും, ഏറനാടും പരശുരാമും. അതിൽ നമുക്ക് കയറാം. അപ്പോൾ ഗായ്സ്, ഈ വണ്ടിയെ പറ്റിയുള്ള ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി രാവിലെ 4:15 നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് മംഗലാപുരം ഒരു 9:10 ആകുമ്പോൾ മംഗലാപുരം എത്തുന്ന രീതിയിലാണ് ഈ വണ്ടി ഷെഡ്യൂൾ. തിരിച്ച് ഈ വണ്ടി രാവിലെ 5:05 പുറപ്പെട്ട് രാത്രി 8:55 നാഗർകോവിൽ എത്തുന്ന രീതിയിലാണ് ഈ വണ്ടി ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റോപ്പായ അങ്കമാലി എത്തിയിരിക്കണം. അങ്കമാലിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം, അങ്കമാലി. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ചാലക്കുടിയിൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ചാലക്കുടി വരെ ഞാനിപ്പോൾ പോകുന്നുള്ളൂ. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് ഈ ട്രെയിൻ നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിൽ തന്നെ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്കമാലി എത്തി. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ചാലക്കുടി എത്തിയിരിക്കണം. ചാലക്കുടി പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാണ്. AC ചെയർക്കാർ, 2 AC ചെയർക്കാറുണ്ട്, C1 C2 എന്ന് പറയും. അപ്പോൾ ഈ വണ്ടി ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇത് ഇനി തൃശ്ശൂർ, ഷൊർണൂർ, അങ്ങനെ കോഴിക്കോട് ഭാഗത്തോട്ട് അങ്ങനെ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ഉച്ചയ്ക്ക് കോഴിക്കോട് ഭാഗത്തോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ പരശുരാം എക്സ്പ്രസ്. വേറെ വണ്ടിയൊന്നുമില്ല. കാര്യം നമ്മുടെ 12:35 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പരശുരാം എക്സ്പ്രസ്സാണ്. വേറെ വണ്ടിയൊന്നുമില്ല. ഇനി ആ ഭാഗത്തോട്ട് പോകുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വണ്ടിയാണ് പരശുരാം എക്സ്പ്രസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടി ലേറ്റ് ആണെങ്കിലും അത്ര ലേറ്റ് ആകില്ല, അത് വേറൊരു പ്രത്യേകതയാണ്. അത്ര മണിക്കൂറുകളൊന്നും ലേറ്റ് ആവില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.